ഹായ് ഫ്രണ്ട്സ്, വളരെ ഒരു സന്തോഷം തോന്നി ഈ ഒരു വിഷു ദിനത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. കാരണം നിങ്ങളെല്ലാവരും മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വിഷു ദിനത്തിൽ അല്ലെങ്കിൽ ഈ ദീപാവലിയുടെ ദിവസങ്ങളിൽ ഒരു പടക്കം പൊട്ടിച്ചിട്ടൊരു ചേട്ടൻ നിലത്ത് വീഴണത്, ഒരു കൊച്ചു കിടന്ന് വെച്ച് ഉണ്ടാക്കുമ്പോൾ വീഴണത്. അതിപ്പോൾ വാഴ 2 ഫിലിമിൽ നല്ല ഭംഗിയായിട്ടത് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ മറ്റൊരു സൈഡ്. കാരണം നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ക്ലിയർ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സൈഡ് കാണാറില്ല. അത് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു തോൽവി ഞാൻ അതിന് മുന്നേ പറയാം. അതായത് ഞാനിങ്ങനൊരു വീഡിയോ കണ്ടിട്ട് നോർമലി ആരാണെങ്കിലും ചിരിച്ചു പോകും. അത് ഞാൻ ആദ്യം പറയാം. അത് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ചിരിച്ചു പോകും. അത് പക്ഷേ ആ ചിരി എത്രത്തോളം കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് നമ്മളത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാ സൈഡും ചിന്തിച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടാകും വഴി കുറവാണ്. കാരണം അതിൻ്റെ അടിയിൽ വേണ്ട വേറൊരു സോഷ്യൽ മീഡിയയുടെ ഒരു പേജിലാണെങ്കിൽ പോലും അത് വന്നു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ഇടാറില്ല. കാരണം ഞാൻ പലതും ഞാൻ അപ്പുറത്ത് ഓർക്കും. കാരണം ആ അദ്ദേഹം, ഞാൻ ഈ വീഡിയോ കണ്ടേക്കണം അല്ലെങ്കിൽ ഷെയർ ചെയ്തേക്കണ പലരോടും പറയും, എടാ അദ്ദേഹം ഒരിക്കലും ആ വീഡിയോ എടുത്ത് പുറത്ത് വിടില്ല, ചെയ്യില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, ഇപ്പം നമ്മളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് നമ്മളെ കാണുക, അല്ലെങ്കിൽ പുള്ളിയുടെ ആരെങ്കിലും കൂട്ടുകാരോ ആരെങ്കിലും അടുത്ത് നിന്നിട്ട് എടുത്ത വീഡിയോ ആയിരിക്കും. പക്ഷേ തമാശന് അവരുടെ വല്ല ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇട്ടതായിരിക്കും. പക്ഷേ ഇത് സാധനം സ്പ്രെഡ് ആകും. മറ്റേ മൊബൈലിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഷെയർ ആയിട്ടായിരിക്കും നമ്മുടെ കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ഞാനാണെങ്കിലും ആ സ്ഥാനത്ത് ചിലപ്പോൾ വീഴും. എന്താണെന്ന് വെച്ചാൽ എത്ര വലിയവനാണെങ്കിലും ആ ഒരു കൊച്ചിൻ്റെ ഓടിക്കോ ഓടിക്കോ എന്നുള്ള ആ സൗണ്ടും പിന്നെ ഈ പടക്കം പൊട്ടുമോ എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷൻ, ഇത് രണ്ടും കൂടി നമ്മുടെ ഇതിൽ വരുമ്പോൾ ഒരു സാധനമല്ല, ഡബിളാണ് വന്നത്. അപ്പോൾ അങ്ങനെ വീണ് പോയേക്കണേണ്. അത് ആ ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചിരിച്ചതിൻ്റെ എല്ലാം തെറ്റ് പറയണം. നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കിട്ടുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഇപ്പോൾ എന്താ പറയുക, ഒരു റാമ്പിലൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പെൺകുട്ടി അത് നടക്കുമ്പോൾ ചെരുപ്പെന്തോ തെന്നി വീഴണ ഒരു വീഡിയോ എൻ്റെ കിട്ടി. അപ്പം എനിക്ക് വേണമെങ്കിൽ അത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് റീച്ച് കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ ഓർത്തു അതിൻ്റെ ചിലപ്പോൾ ഒരു പ്രൊഫഷനെ തന്നെ അത് ബാധിക്കും. കാരണം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയേക്കണമെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഭാവിയിലേക്കുള്ളൊരു തടസ്സമായേക്കാം എൻ്റെ ആ ഒരു പോസ്റ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയണതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും ഈ വിഷു ദിനത്തിൽ അല്ലെങ്കിൽ ദീപാവലി ദിനത്തിൽ ഈ ഒരു വീഡിയോ, ഈ ചേട്ടൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും. അതിനൊരു കാരണവുമുണ്ട്. അപ്പോൾ തരാൻ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതും അദ്ദേഹത്തിനെ കളിയാക്കിയ രീതിയിൽ ചിലപ്പോൾ ചുറ്റുപാടുള്ളവരെടുക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ തോന്നിയേക്കാം. അപ്പോൾ ഒരിക്കലും ഞാൻ ആ രീതിയിലല്ല ഉദ്ദേശിച്ച്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന പോലെയാണ് അന്ന് ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അത് മറ്റു രീതിയിൽ എടുക്കുള്ളൂ. കാരണം വാഴ 2 ഫിലിം കണ്ടേക്കുന്നവർക്ക് അറിയാം അതിൽ അതെന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു സൈഡ് അതിൽ കാണിച്ചിട്ടുണ്ട്. ആരും കാണാത്തൊരു ഭാഗം അതിൽ കാണിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചേട്ടൻ്റെ വീഡിയോസ് പലപ്പോഴും കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഈ ചേട്ടൻ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാനൊരു ദിവസം ഒരു പേജിൽ ഇത് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ കമൻസ് എടുത്ത് ഞാൻ വായിച്ചു നോക്കി. ചില കാര്യങ്ങളിൽ എടുത്ത് നോക്കും, നമുക്കൊരു അറിവ് കിട്ടണമല്ല. അപ്പം നോക്കിയപ്പോൾ പലരും ഈ ചേട്ടനില്ലാണ്ട് വിഷു ആഘോഷിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കോമഡീസൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഇട്ടേക്കണേണ്, ഈ ചേട്ടൻ മാത്രം ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല, ഒരു മീഡിയക്കാരോ അല്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സോ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി, ഒരു നല്ല രീതിയിൽ ആ ചേട്ടനൊന്ന് പുറത്ത് വീഡിയോയിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹം തോന്നി. ചിലപ്പോൾ എൻ്റെ അപ്പുറത്തൊരു എന്താ പറയുക, എൻ്റെ അപ്പുറത്തൊരു നെഗറ്റീവ് ആവാതെ. കാരണം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്കൊരു റീച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരിത് എൻ്റെ മനസ്സിൽ വന്നിട്ടായിരിക്കാം. അതും പറയാൻ പറ്റില്ല. ഞാൻ അനാവശ്യമായിട്ട് അങ്ങനെ വീഡിയോ ഇടുന്ന ഒരു കൂട്ടത്തിലുള്ളൊരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ എത്തിയിട്ടുമില്ല. അത് വേറെ കാര്യം, അത് വേറെ സൈഡ്, അത് പോട്ടെ. അപ്പോൾ ഞാൻ 6 കൊല്ലത്തോളം യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജായിട്ടാണ് ഇതങ്ങനെ എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയണത്, ഞാൻ കീപ്പ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേ മുന്നോട്ട് പോകാറുള്ളൂ പരമാവധി. പിന്നെ ഇടയ്ക്കൊക്കെ എത്ര വലിയവനാണെങ്കിലും ചിലപ്പോൾ എത്രയൊക്കെ നോക്കിയാലും ഒരു തെറ്റ് പറ്റോട്ടെ. ഇപ്പോൾ ഭാവിയിലാണെങ്കിലും പറ്റിയേക്കാം, അതൊന്നും ഞാൻ പറയണില്ല. ആൾക്കാർ ചിലപ്പോൾ അതേ കാണുള്ളൂ. അപ്പുറത്തൊരു 100 കാര്യം നല്ല ചെയ്ത്, എൻ്റെ അല്ല 100 കാര്യം നല്ല ചെയ്ത് അത് മറന്നിട്ട് ആ ഒരു തെറ്റായിരിക്കും എടുത്ത് പൊക്കി പിടിക്കണം. അപ്പോൾ അതെന്തിനാ കേട്ടെ, അങ്ങനെ ഈ കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ, അപ്പോൾ അതിൻ്റെ അടിയിൽ വടുതലക്കാരനാണെന്നുള്ളൊരു കമൻറ്റ് കണ്ട് ഈ പേജിൽ, ഏതൊരു പേജിൽ അന്ന്, ഇപ്പോഴത്തെ കാര്യമില്ല, എനിക്ക് ഒരു 5-6 കൊല്ലം മുന്നേ ആയിരിക്കണം ഈ വീഡിയോ ചേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നല്ല രീതിയിലാണ് കേട്ടോ ചേട്ടാ. ദിബൻ എന്താണ്ടാണ് ആ ചേട്ടൻ്റെ പേര്. ഇന്നിപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടനെ കണ്ടിട്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഈ വിഷുദിനത്തിൽ തന്നെ അങ്ങനെ ഒരു സാധനം ഷെയർ ചെയ്ത് എൻ്റെ മുമ്പിലെത്തി. എനിക്ക് ഭയങ്കര ദിബനല്ല കേട്ടോ, ഷിബനാണ്. ഞാൻ ബിജു ചേട്ടനായിട്ടൊന്ന് ചാറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനതാണ് പേരെടുത്ത് നോക്കി. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട് വടുതലയിലാണെന്നുള്ളൊരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വടുതലയിലുള്ളൊരു 3-4 പേരെ വിളിച്ചപ്പോൾ തന്നെ എനിക്കൊരു ലൊക്കേഷൻ കിട്ടി. അദ്ദേഹത്തിൻ്റെ ബ്രദർ എന്തോ അവിടുത്തെ കൗൺസിലറോ രാഷ്ട്രീയ പ്രവർത്തകർ എന്തോ ഒക്കെയാണെന്ന്, കൗൺസിലറാണെന്ന് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഈ കൗൺസിലർ. അവിടെ ഇന്ന വഴിയാണെന്നൊക്കെ പറഞ്ഞൊരു ഏകദേശം റൂട്ട് കിട്ടി. ഞാൻ അവിടെ
ചെന്നിട്ട് നേരെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തല്ല ചെന്നത്. കാരണം അടുത്ത വീട്ടിൽ ചെന്ന്, കാരണം ഞാൻ അപ്പുറത്തെ സൈഡ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു ആളോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആൾ ചൂടാവുമോ, എന്താണ് അവസ്ഥ എനിക്കറിയില്ല. അങ്ങനെ കാര്യങ്ങൾ ഒരു പയ്യൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു ആ ചേട്ടൻ പഞ്ചപാവമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചേട്ടൻ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ആൾ പാവമാണ്, നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ്, ഞാൻ പേരൊക്കെ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ വൈഫ് വാതിക്കൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാൻ മേടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരും, ഗേറ്റിൻ്റെ അടുത്ത്, ഗേറ്റും വീട് തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഇല്ല, ഒന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ പുള്ളിക്കാരനോട് ഇരുന്നിട്ട് ചോദിച്ചാൽ എന്താണ്. അപ്പോൾ ഞാൻ ചെല്ലണത് ഒരു വിഷുദിനത്തിലോ അല്ലെങ്കിൽ ദീപാവലിയിലോ അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരിക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ക്യാപ്പ് വെക്കും, മാസ്ക് വെക്കും, പറ്റുമെങ്കിൽ എന്നെ കാണാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യും. കാരണം എന്താണ് സിറ്റുവേഷൻ, അപ്പോഴത്തേനും ഒറ്റക്കാണ് എന്നേക്കുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചു ഒന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ചേട്ടൻ വൈഫിൻ്റെ മുമ്പ് വെച്ചാണ് എന്താ കാര്യം പറഞ്ഞു. ഒന്ന് ഇങ്ങോട്ട് വാ, കാരണം ചേച്ചിയുടെ മുമ്പിൽ വെച്ച് പറയണത് ചിലപ്പോൾ പുള്ളിനെ വീണ്ടും കളിയാക്കണ പോലെയാവും. അങ്ങനെ പുള്ളി പുറത്തേക്ക് വന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്കൊരു വീഡിയോ ചെയ്യാനാണെന്ന് പറയാം. ആൾ വേഗം അങ്ങനെ ചൂടായതല്ല, ഒരു നോർമലി ഏത് മനുഷ്യനാണെങ്കിലും ചെയ്യണ രീതിയിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇച്ചിരി ഇതായിട്ട്. അപ്പോൾ പുള്ളി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്ക് യാതൊരു വിഷമമൊന്നും തോന്നിയില്ല, കാരണം ഞാനിത് മനസ്സിലിട്ടിട്ടാണ് പോയത്. നേരെ മറിച്ച് എനിക്ക് വീഡിയോ വന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചൂടായെന്നൊക്കെ പറഞ്ഞ് പലരും വിടും, എനിക്കൊരിക്കലും തോന്നിയില്ല. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് ഇത് തോന്നിയിട്ട് പുള്ളി തിരിച്ചൊന്നും കൂടി ആ വാതിലിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞ് അതെ എന്തൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊന്നും വിളിച്ചൊന്നുമില്ല, മാന്യമായിട്ടാണ് അപ്പോഴും എന്നോട് സംസാരിച്ചത്. പുള്ളിക്ക് അത് ഞാൻ ഇപ്പോഴും ബഹുമാനത്തോടെ പറയും, മാന്യമായിട്ടാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നിട്ടും തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞ് അതെ ഒന്നും വിചാരിക്കരുത് ചേട്ടാ, അത് പലർക്കും പല രീതിയിലല്ലോ ചില കാര്യങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിലല്ല തിരിച്ച് റിപ്ലൈ കിട്ടുന്നത്. പുള്ളി എന്തോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ബിജിക്കുട്ടൻ ചേട്ടനായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി വാഴ 2 വന്നപ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റോറി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം പലരും കൂടുതലും പേര്, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, കൂടുതലും പേര് അത് കളിയാക്കിയും മറ്റുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളപ്പുറത്തെ വശം കൂടി കാണുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടുകാരെങ്കിലും കാണുക, നമ്മളെ തന്നെ അവിടെ കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മൾ എടുത്തിടുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വണ്ടി പാർക്ക് ചെയ്ത വീഡിയോ എടുത്തിട്ടപ്പോൾ പലരും പറഞ്ഞ ടയർ പൊട്ടിച്ചളായിരുന്നില്ല, അവൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കായിരുന്നു, അല്ലെങ്കിൽ ആ കീ ഹോളിൽ ഫെവിക്വിക്ക് ഇട്ടതായിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കാണ്ടല്ല, അപ്പുറത്ത് ഒരു സൈഡുണ്ട്, നമ്മൾ ഒരാളെ ദ്രോഹിക്കാൻ. ഇപ്പോൾ ആ ഡ്രൈവർ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ വീഡിയോ നിർത്തില്ല, കാരണം അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ ഇനി എന്താണ് കാണിക്കാൻ പോകണമെന്നുള്ളത്. ഡ്രൈവർ ചെയ്യാൻ പാടില്ല, ഒരു ഗേറ്റിൻ്റെ മൊത്തമായിട്ട് പാർക്ക് ചെയ്തിട്ടാണ്, അല്ലാതെ വേറെ സൈഡ് ചെയ്യാൻ പറഞ്ഞാൽ. അങ്ങനെ ചിലത് നമ്മൾ കണ്ടിട്ട് നമ്മൾ പുണ്യാളാണെന്നല്ല, നമ്മളും അത്ര ഡീസൻ്റൊന്നും അല്ല, എല്ലായിടത്തും ഡീസൻ്റായിട്ടിരിക്കാൻ നമുക്കൊന്നും പറ്റുമെന്നില്ല. അപ്പോൾ എന്തായാലും ഈ വിഷുദിനത്തിൽ ആ ചേട്ടൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ നമ്മുടെ മുന്നിൽ, വീഡിയോ അല്ല ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം, ആ ശിവൻ ചേട്ടൻ്റെ വീഡിയോ, ശിവൻ ചേട്ടാ വളരെ സന്തോഷം തോന്നി, ചേട്ടൻ്റെ സ്റ്റോറി ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആ ഫിലിം കണ്ടപ്പോഴാണ് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കടക്കം മനസ്സിലായത്. ആ പോസ്റ്റ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വായിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഓരോ വിഷുദിനത്തിൽ ഞാൻ ചെന്നപ്പോഴും പറഞ്ഞു ഇന്നലെയും കൂടി ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും അതിൻ്റെ വിഷമം മനസ്സിലാവില്ല. അത് പലരും പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ പലതും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അപ്പുറത്തൊരു വശവും കൂടി ശ്രദ്ധിക്കാൻ ഒരിക്കൽ കൂടി പറഞ്ഞാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആണത്, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഒരു ഷെയർ ചെയ്യപ്പെടുമ്പോൾ പുള്ളി ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കിയ നിമിഷങ്ങളുണ്ടായെന്നും പറഞ്ഞൊക്കെയാണ്. ഞാൻ ഒരു പോസ്റ്റ് എനിക്കിപ്പോൾ മറ്റേ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്, അത് ഞാനെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയനാണ് ആ വീഡിയോ എടുത്തത്. പക്ഷേ അനിയനെ കുറ്റപ്പെടുത്തുന്നതെന്നല്ല, ഇത് അറിയാണ്ടൊരു തമാശന് ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഫ്രണ്ടിനെ എടുക്കുമ്പോൾ ഒരു രസത്തിന് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇടും. പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചെന്നവരില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ചിലപ്പോൾ ഒരാൾ ആ ടൈമിൽ ചെയ്തൊരു മണ്ടത്തരം കൊണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും ആൾക്കാർ കണ്ടത്. ഇത് അതെന്തെങ്കിലും പറ്റിയ എന്തായാലും ശിവൻ ചേട്ടാ വളരെ സന്തോഷം തോന്നി താങ്കളുടെ ആ സ്റ്റോറി ഇപ്പോൾ ഫിലിമിൽ കണ്ടപ്പോഴും പിന്നെ ഇന്നിപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴും. പലർക്കും പല രീതിയിലാണുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവങ്ങൾ പലതായിരിക്കും. എന്തായാലും വളരെ സന്തോഷം, എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഒരു വിഷു ആശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇതിന് മുന്നേ ഞാൻ പലത് വിഷു വരുമ്പോൾ അല്ലെങ്കിൽ ദീപാവലി വരുമ്പോൾ ഈ ചേട്ടൻ്റെ കാര്യം നിങ്ങൾ ഓർക്കണമാരെ തന്നെ ഞാനും ഓർക്കുന്നുണ്ട്. അത് ദൈവാനുഗ്രഹമാണ് ശിവൻ ചേട്ടാ. ഇത്രയൊക്കെ ചിലത് എന്താണ് ചില നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിലുണ്ടാണ്. ശിവൻ ചേട്ടനോട് ഞാൻ പറഞ്ഞാണ് കാണുന്നുണ്ടെങ്കിൽ ചിലത് ദൈവാനുഗ്രഹമാണ്, ചിലത് എന്താണ് തെറ്റുകൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ചില വീഴ്ചകൾ നമുക്ക് ഉണ്ടാവണം നാളത്തെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ചേട്ടൻ അവരെല്ലാവരും ഹീറോ ആയിട്ട് കാണുന്നുണ്ടാകും. ചേട്ടൻ ആ കൊച്ച് 6 വയസ്സുള്ള കൊച്ച് ആ പോസ്റ്റിലുണ്ടെന്തോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ആ അച്ഛൻ വീഴുന്നത് അല്ലെങ്കിൽ അപ്പച്ചൻ വീഴുന്നത് കണ്ടിട്ട്, അതൊക്കെ ആ സിനിമയിൽ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ചില എന്താണ് തോൽവികൾ അല്ലെങ്കിൽ ചില നെഗറ്റീവ്സ് ഇതേപോലുള്ളൊരു വലിയൊരു പോസിറ്റീവിലേക്ക് എത്താനായിട്ടാണ് എന്തായാലും ഈ ഒരു വിഷു ചേട്ടനുള്ളതാണ്. ഇത്ര നാളുണ്ടായ ആ വിഷു അല്ല,
അപ്പോൾ ഇതിന് മുന്നേ ഞാനിത് വിഷുവിനോ അല്ലെങ്കിൽ ദീപാവലിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെടും, ചിലപ്പോൾ എനിക്കും ചീത്തയേക്കും. ചേട്ടൻ അത് ഏത് രീതിയിലൊക്കെ എടുക്കുമെന്ന് ഓർത്തിട്ട് ഒരു ടെൻഷനിലാണ് ഞാൻ ചെയ്യാഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. ഒരിക്കൽ ഞാൻ വരുന്നുണ്ട്, കാണണം, ഇനിയും കാണണം അല്ലേ, അത്രയേ ഉള്ളൂ. എല്ലാം ഹാപ്പി ആയിട്ട് പോട്ടെ. ശിവൻ ചേട്ടനും കുടുംബത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ആ റോൾ ചെയ്ത ബിജിക്കുട്ടൻ ചേട്ടൻ കിടിലനായിട്ട് ആ വാഴ ടൂർ ചെയ്ത് കണ്ണറിഞ്ഞു പോയി പറയുമ്പോൾ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവരോടും നന്ദി മാത്രം. സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി വിഷു. ബൈ.